നമ്മുടെ രാജ്യത്തിൻ്റെ അങ്ങ് വടക്കേ അറ്റത്ത് ലഡാക്കിൽ, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ കഴിഞ്ഞ ദിവസം ഒരു കലാപമുണ്ടായി. വലിയ രീതിയിൽ പ്രക്ഷോഭകാരികൾ അവിടെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തി. ഇത് നേപ്പാളിലെ ജൻസി കലാപത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പാണ് എന്ന് പറയപ്പെടുന്നു. എന്താണ് ഇതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ജൻസി കലാപത്തിൻ്റെ പതിപ്പാണ് എന്ന് തോന്നുന്നില്ല. ജൻസി കലാപത്തിൻ്റെ സാഹചര്യത്തിൽ ഭാരതത്തിലുള്ള ആഭ്യന്തര ശത്രുക്കൾ ആസൂത്രണം ചെയ്ത ഒരു സാമ്പിൾ വെടിക്കെട്ട്, ഇതാണ് ഒരു ട്രയൽ റൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജൻസി കലാപവുമായിട്ട് നേരിട്ടോ അല്ലാതെയോ അതിന് യാതൊരു ബന്ധവുമില്ല. സമീപ പ്രദേശങ്ങളിലായതുകൊണ്ട് ഒരു സ്വാധീനം എന്ന് പറയില്ലേ, അത് ഒരു കാറ്റ് ബോധപൂർവം ഇങ്ങോട്ടേക്ക് വഴിതിരിച്ചു വിടാനുള്ള ആഭ്യന്തര ശത്രുക്കളുടെ ഒരു ശ്രമം. തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ നേപ്പാളിൽ തന്നെ കേരളത്തിൽ നിന്ന് പോയ പല ആളുകളുടെയും ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേപ്പാൾ കലാപത്തിൽ അവിടെ കല്ലെറിയുന്നതൊക്കെ വീഡിയോ ഒക്കെ ഒരാൾ ഷൂട്ട് ചെയ്ത് ഒരു മടിയുമില്ലാതെ ഇട്ടിരിക്കുക. അപ്പോൾ നേപ്പാൾ കലാപത്തിൽ മലയാളികളുടെ പങ്കുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളും കൂടുതൽ നടപടികളും ഒക്കെ ഉണ്ടാവും. ഈ ഒരു നേപ്പാളിൽ പോലും മലയാളികളാണ് എങ്കിൽ ലഡാക്കിൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. ഭാരതത്തിലെ ആഭ്യന്തര ശത്രുക്കൾ നടത്തിയ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെ ഭാരതത്തിൽ ഇപ്പോഴും നടക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, വിഘടനവാദങ്ങളിൽ, കട്ടിംഗ് സൗത്ത് പ്രവണതകളിൽ എല്ലാറ്റിലും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് വിദേശ ഫണ്ടാണ്, വിദേശ സാമ്പത്തിക സഹായങ്ങളാണ്. ഇതിൽ തന്നെ നിരവധി NGOകൾക്കുള്ള പങ്ക് വളരെ പ്രസക്തമാണ്. ഇത്തരത്തിൽ നൂറുകണക്കിന് NGOകളെ ഇപ്പോഴും നിരോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് വേണ്ട വിധത്തിൽ ചെയ്യാത്ത ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ നിർണായകമായ ഒരു പരാജയം നമ്മുടെ മുന്നിലുണ്ട്. ഇത് പച്ചയായിട്ടുള്ള വസ്തുതയാണ്. ആഭ്യന്തര വകുപ്പിനെ നമ്മൾ വിമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് കാര്യമില്ല. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ രാജ്യം വെള്ളത്തിലായി പോകും. അപ്പോൾ നിരവധി NGOകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ ഫ്ലോറിൽ നിന്ന് സംസാരിച്ചാണ്, ബാംഗ്ലൂരിൽ പത്രപ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നടക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ എത്തിയിരിക്കുന്ന പത്രപ്രവർത്തകന്മാർ എല്ലാവരും ഒരുപോലെ ഒളിഞ്ഞും തെളിഞ്ഞും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ ആർട്ടിക്കിൾസ് നോക്കുക, വിഘടനവാദത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാനുള്ള കണ്ടന്റുകൾ മാത്രം. ആ കണ്ടന്റുകൾക്ക് ആണ് ക്യാഷ്. ഇന്ന കണ്ടന്റ് എഴുതുന്ന ഇന്ന ആൾക്ക് ഇത്ര രൂപ, ഇന്ന കണ്ടന്റ് വിഷയം കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു വിഷയം നടക്കുകയാണ്, അതിൻ്റെ ഇന്ന ആംഗിൾ വിഷയം ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അതിന് പേയ്മെന്റ് നിശ്ചയിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാത്തരം വിഘടനവാദങ്ങൾക്ക് പിന്നിലും ഈ വിദേശ ഫണ്ടിങ് ഉണ്ട്. ഈ വിദേശ ഫണ്ടിങ് പ്രധാനമായിട്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് NGOകളിലൂടെയാണ്. ഇത്തരത്തിലുള്ള NGOകളുടെ സാമ്പത്തിക സഹായത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു കലാപശ്രമമാണ് ഇപ്പോഴേ ലഡാക്കിൽ ഉണ്ടായി വന്നിട്ടുള്ളത്. അതിൽ ഈ സോനം വാങ്ചുക് എന്ന ആളുടെ ഒരു NGOയ്ക്കും ഇതിലൊരു വലിയ റോൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു അദ്ദേഹത്തെ ഐക്കണാക്കുന്നതിലൊക്കെ വലിയ പങ്ക് സിനിമകൾക്കൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാത്തരം കറുപ്പുകളെയും വെളുപ്പാക്കാൻ വേണ്ടി മാത്രം ഉള്ള സ്വാധീന ശേഷിയും മികവും ഒക്കെ സിനിമയ്ക്കുണ്ട് എന്ന് നമ്മൾ തെളിയിച്ച് കണ്ടിട്ടുള്ളതാണ്. ഏത് കറുപ്പിനെയും വെളുപ്പാക്കും. ഇവിടെ എമ്പുരാൻ സിനിമ കണ്ടില്ലേ? അപ്പോൾ എന്നിട്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ നിന്ന് തന്നെ റെക്കമെൻഡേഷൻ അയക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൈയടിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഏത് രാഷ്ട്രവിരുദ്ധനെയും മഹാനാക്കാനും ഏത് മഹാനെയും ഏറ്റവും വലിയ ചെരുപ്പ് നക്കിയാക്കാനും ഇന്നത്തെ സിനിമകൾക്ക് കഴിവുണ്ട്. ഈ സിനിമകളുടെ ദുസ്വാധീനം ഇവിടെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ കണ്ട ഒരു രംഗമാണ് നമ്മൾ ലഡാക്ക് എന്നുള്ളത്. സോനം വാങ്ചുക്കിനെയൊക്കെ
മഹത്വവൽക്കരിക്കാനായിട്ട് തന്നെ സിനിമ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത്തരത്തിൽ NGO-കളെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്ട്രിക്കും ധനകാര്യ വകുപ്പിനും തമ്മിൽ കോർഡിനേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി വിഷയങ്ങളിൽ ഈ കാര്യം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജാഗ്രത കുറവ്, കാര്യമായിട്ടുള്ള ജാഗ്രത കുറവുണ്ട്. ആഭ്യന്തര സുരക്ഷാ വിഷയത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് NGO-കൾ. ഇപ്പോൾ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ഈ മതപരിവർത്തന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആദിവാസി മേഖലകളിൽ ഉണ്ടായി വരുന്ന സംഘർഷങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ അറിയാം, എന്തിന് ചെറിയൊരു സംഘർഷമായിട്ട് രൂപപ്പെട്ട് വരാൻ സാഹചര്യം ഒരുക്കിയ കേരളത്തിലുള്ള കന്യാസ്ത്രീകൾ അവിടെ എത്തി പ്രവർത്തിച്ചതിന്റെ കാര്യം ഛത്തീസ്ഗഡിലെ വിഷയം. അപ്പോൾ എല്ലായിടത്തും NGO-കളുടെ ഇത്തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. A to Z വിഷയങ്ങളിൽ NGO ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് സാമൂഹ്യ സേവനം നടത്തുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് ഇവിടെ. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് മുടക്കിയിട്ട് വിഘടനവാദം ചെയ്യുന്ന ആളുകളും വളരെ ചുരുക്കമാണ് ഇവിടെ. ഒരാളും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തുകൊണ്ടല്ല വിഘടനവാദം ചെയ്യുന്നത്. സ്വന്തം വേർപ്പുഴക്കിക്കൊണ്ട് വിഘടനവാദം ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇല്ല എന്ന് പറയുന്നില്ല, വളരെ കുറവാണ്. തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ അനധികൃതമായിട്ടുള്ള സാമ്പത്തിക സമാഹരണം എന്ന് പറയുന്നത് തീവ്രവാദത്തിൻ്റെ പ്രാഥമിക ഘട്ടമാണ്. ഈ പ്രാഥമിക ഘട്ടം കടന്ന് പോകാൻ, അല്ലെങ്കിൽ ആ പ്രാഥമിക ഘട്ടത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സ്രോതസ്സുകൾ സുഗമമാകുമ്പോൾ ഇവിടെ വിഘടനവാദങ്ങൾ വരും, ഇവിടെ ഭീകരവാദങ്ങൾ വരും, അനധികൃതമായിട്ടുള്ള രാഷ്ട്രവിരുദ്ധ പ്രവണതകളും എല്ലാം വർദ്ധിച്ചു വരും. ഈ കാര്യമാണ് നമ്മൾ ലഡാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഡാക്കിലെ ചില സമരക്കാർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ കാലം കൊണ്ട് എങ്കിലും അത് സാധിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ അതൊന്നുമല്ല കാരണം. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഇൻവോൾവ്മെൻസിന് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു സംശയമുണ്ട്. അവിടെ ഉണ്ടായിരിക്കുന്ന കലാപത്തിൻ്റെ മറവിൽ സംഭവിച്ച നിരവധി കാര്യങ്ങളുണ്ട്. കലാപം എന്നുള്ളത് കലാപമാക്കിയതിൽ പോലും ചില കാര്യങ്ങളുണ്ട്. അവിടെ നടന്നിട്ടുള്ള സംഭവവികാസങ്ങളെ ഒരു കലാപാന്തരീക്ഷത്തിലേക്ക് നയിച്ചതും BJP ഓഫീസുകൾ തല്ലി തകർക്കുന്നു, BJP പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടക്കുന്നു. ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് കൗൺസിലർ സ്റ്റെൻസിംഗ് സെപ്പാൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കൗൺസിലർ ജനപ്രതിനിധി തന്നെ ആയുധവുമായിട്ട് ആക്രമിക്കാൻ വരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഇത്തരത്തില് ഉള്ള പ്രതികളെ കൃത്യമായിട്ടും ഒന്ന് ചോദ്യം ചെയ്താൽ തന്നെ ഇവരുടെ മറവിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും. പക്ഷേ ഒരു ഘട്ടത്തിന് ശേഷം ഇത്തരത്തിൽ യാതൊരു അന്വേഷണങ്ങളും ഉണ്ടാകാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇത്തരത്തിലുള്ള ഫണ്ടിങ് വന്നു. ഇവിടെ കട്ടിംഗ് സൗത്ത് പരിപാടി നടന്നു, അന്വേഷണം ഏതുവരെ പോയി? ഇന്നും മിടുക്കന്മാരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ അന്വേഷണവും ഒരു ഘട്ടത്തിന് അപ്പുറത്തേക്ക് പോകാത്ത മട്ടിൽ എവിടെയൊക്കെയോ ചില തടസ്സങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആഭ്യന്തര സുരക്ഷാ വിഷയം വളരെ ഗൗരവതരമാണ്. ആ മേഖല ഇന്ന് വളരെ ദുർബലമാണ്. ഈ കാര്യം പറയാതിരുന്നിട്ടോ മറച്ചു വെച്ചിട്ടോ കാര്യമില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ ലൂപ്പ് ഹോൾസ് ഈ വിഷയങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. നേരിട്ട് തന്നെ ഒരുപക്ഷെ ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധി, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഇങ്ങനെ ആയുധവുമായിട്ട് ഇങ്ങനെ ഒരു കൃത്യത്തിന് ഇറങ്ങി, അയാളെ ഐഡന്റിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ രംഗത്തിറങ്ങിയത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്തു. പക്ഷേ ഈ കലാപകാരികളെ ആണ് ഇപ്പോ ആസൂത്രകരും ഗൂഢാലോചനക്കാരും. ഇതില് പ്രസിദ്ധമായിട്ടുള്ള വേറൊരു തിയറി ഉണ്ട്. ഞാൻ ഇതിന്റെ വജ്ഞാനോ എനിക്ക് ഓർമ്മയില്ല. സ്വയം കലാപകാരികളെ സൃഷ്ടിക്കുന്നതിന് പകരം സമൂഹത്തിലെ വിധ്വംസക ശക്തികളെ വിലക്കെടുത്താൽ നിങ്ങൾക്കൊരു കലാപം അനായാസമാണ് എന്നാണ്. സമൂഹത്തില് അത് നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിലും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആ സമയത്തൊക്കെ കർഷക സമരത്തിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടതാണ്. അതല്ല, അത് കർഷക സമരത്തിലൊക്കെ കുറെ കർഷകരായിട്ടുള്ള ആളുകൾ കൂടിയുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അതായത് ഈ നാട്ടിൽ ഒരുപാട് ക്രിമിനൽസ് ഉണ്ട് എന്ന് കൂട്ടാം. ഒരുപാട് ക്രിമിനൽസ് ഉണ്ട്. നിങ്ങൾ പുതിയതായിട്ട് ആക്രമണങ്ങളും ഇതൊന്നും പരിശീലിപ്പിക്കണ്ട. പുതിയതായിട്ടുള്ള ആളുകളെയോ നിങ്ങളുടെ കേഡറിൽപ്പെട്ട ആളുകളെയോ ഇതിനൊന്നും ഇറക്കുകയും വേണ്ട. ഓൾറെഡി ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവരെ വിലക്കെടുത്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് വിനിയോഗിച്ചാൽ മാത്രം മതി.
ഇത്തരത്തിലുള്ള ചിത്രശക്തികളെ വിനിയോഗിക്കുക എന്നുള്ളത് ലോകത്ത് എല്ലാ കാലത്തും നടപ്പിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കലാപങ്ങൾക്ക് പിന്നിലും ഇത്തരത്തിലുള്ള ശക്തികളാണ് ആദ്യം രംഗത്തിറങ്ങുന്നത്. അവർ ഒരു മടിയും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എല്ലാ അക്രമ പ്രവർത്തനങ്ങളും ചെയ്യും. പിടിക്കപ്പെടുമ്പോഴും ആദ്യം പിടിക്കപ്പെടുന്നത് അക്രമികളാണ് പിടിക്കപ്പെടുന്നത്. ഇവർക്ക് യാതൊരു പങ്കുമില്ല. ഇതിലിപ്പോൾ എന്താ സംഭവിച്ചെന്നാണെങ്കിൽ, കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി പിടിക്കപ്പെട്ടു. അയാളെ കൃത്യമായിട്ടും ചോദ്യം ചെയ്താൽ ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദിശയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ആഭ്യന്തര സുരക്ഷ വളരെ മികവുറ്റതാകും. അല്ലാത്ത ഈ ഇന്ത്യയിലെ ആഭ്യന്തര സുരക്ഷാ വിഷയത്തിൽ എൻജിഒകൾക്ക് മൂക്കുകയറിടണം, വിദേശ ഫണ്ട് തടയണം. അതെ, അതുപോലെ ഈ അക്രമ പ്രവർത്തനങ്ങളുടെ ഗൂഢാലോചന അങ്ങേയറ്റം വരെ പോകണം. അതായത് അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതിലല്ല ഫോക്കസ്. ഇനി ഇതുണ്ടാകാതെ എന്നല്ല, അക്രമ പ്രവർത്തനങ്ങളുടെ ഗൂഢാലോചകരിലേക്ക് എത്തണം. നമ്മുടെ ഒരു കേസും എത്താറില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക്. ഇപ്പൊ കേരളത്തിലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസ് നോക്കുക. ആ ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിച്ചു? എവിടെയെങ്കിലും അന്വേഷിക്കപ്പെട്ടോ? ഇല്ല. സ്വർണ്ണക്കടത്തിന് അങ്ങനെ പകുതി വഴിയിൽ ഇല്ല. അത് എത്ര വർഷമായി? ഏത് കാലഘട്ടത്തിലേക്കാണ് ഇത്? ഭാരതത്തിലെ ആഭ്യന്തര സംവിധാനത്തിന് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. 1 മാസത്തിനകത്ത്, 2 മാസത്തിനകത്ത്, 3 മാസത്തിനകത്ത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭാരതത്തിലെ ഒരു അന്വേഷണ സംവിധാനത്തിന് കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ? വളരെ മികവുറ്റ അന്വേഷണ സംവിധാനവും നല്ല മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരും തന്നെയാണ് നമുക്കുള്ളത്. പക്ഷേ ഇതിലൊക്കെ എവിടെയോ ചില തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏത് കേസെടുത്ത് നോക്കുക, ഏതും ഒന്നും ആത്യന്തികമായിട്ട് റിസൾട്ടിലെത്തിക്കുന്ന രീതിയിൽ ഒരു അന്വേഷണവും നടപടിയുമില്ല, അനന്തര നടപടിയുമില്ല. ഇപ്പൊ തന്നെ PFIയെ നിരോധിച്ചു. PFI പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ടോ? PFI ഇവിടെ സുഖമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ ആരോപണമാണോ? അല്ലെന്ന് പറയട്ടെ, PFI കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു തീരുമാനം നടപ്പിലാക്കുമ്പോൾ അതിന് ആത്യന്തികമായിട്ട് റിസൾട്ട് മോണിറ്റർ ചെയ്യുന്നതിനും സംവിധാനം ഇവിടെയില്ല. ഇപ്പോൾ NGOകളുടെ ഫണ്ട് നിരോധിച്ചുകൊണ്ട് മാത്രം അവിടെ നടക്കില്ല. ഇത്തരത്തിലുള്ള ഘടകങ്ങളും അവർക്ക് വേറെ NGO വഴി അവർക്ക് സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സമ്പത്ത് വരവ് തടഞ്ഞാൽ അവർ അടുത്ത സമ്പത്തിന്റെ വഴി തേടേണ്ടി വരും. കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും അത് ആവശ്യമുണ്ടാവും. അവർക്ക് അടുത്ത വഴി തേടേണ്ടി വരുമ്പോൾ സഹായം കൊടുക്കുന്ന അടുത്ത ഏജൻസിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ പ്രവർത്തിക്കും. ഒന്നാമത്തെ ഫണ്ട് അവരിലൂടെ തന്നെ വരാനും സാധ്യതയുണ്ട്. അത് തടസ്സപ്പെട്ടാൽ അടുത്ത വഴി നോക്കും. എന്തായാലും ലഡാക്കിൽ വളരെ പെട്ടെന്ന് അടിച്ചമർത്താൻ സാധിച്ചു. സാധിച്ചു. അടിച്ചമർത്തുക എന്നുള്ളത് ഒരു ഹ്രസ്വകാല പദ്ധതിയും ഏറ്റവും സഡൻ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. ഈ അടിച്ചമർത്തിയ കൊണ്ട് മാത്രം അതിൻ്റെ പ്രവണതകൾ അവസാനിക്കും തോന്നുന്നുണ്ടോ? അവർ ആഴത്തിൽ വിത്ത് വിതച്ചിരിക്കുന്ന കാര്യങ്ങൾ അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ ശക്തികൾ നിർവീര്യമാക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ അടിസ്ഥാന ആശയ പ്രചാരകരെയും ഇതിൻ്റെ ആസൂത്രകരെയും ഇതിന് പെട്ടെന്ന് കാരണങ്ങൾ ഉണ്ടാക്കിയവരെയും ഇതിൻ്റെ മുതലെടുപ്പുകാരെയും യഥാർത്ഥ രാഷ്ട്രവിരുദ്ധ ശക്തികളെയും തുറങ്കിലടക്കാതെ ഈ പദ്ധതി തന്നെ പൊളിച്ചു കളഞ്ഞ് ഇത് അവസാനിപ്പിക്കാതെ അവിടെ കലാപം അവസാനിച്ചില്ല. കലാപം എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിലുള്ള കലാപം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് പറയാമായിരിക്കും. ശക്തമായിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് അവിടെ ലഡാക്കിലെ കലാപശ്രമം അവസാനിച്ചു. ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നതാണ്. എന്തുകൊണ്ട് NGOസിനെ തൊടാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ബുദ്ധിമുട്ട്? അമേരിക്കയുടെ നയങ്ങൾക്കെതിരെ പോലും വളരെ ശക്തമായിട്ട് പ്രതികരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വളരെ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റാണ് നമ്മുടേത്. പിന്നെന്താ NGOയുടെ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റാത്തത്? അപ്പോൾ ഈ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ട്. ആഭ്യന്തര വകുപ്പും ഫിനാൻസ് മിനിസ്ട്രിയും തമ്മിൽ ഒരു കോർഡിനേഷൻ അനിവാര്യമാണ്. ആഭ്യന്തര വകുപ്പ് തന്നെ പൂർണ്ണതയിലെത്തുന്ന അന്വേഷണങ്ങൾക്ക് മുൻകൈയെടുക്കണം. ഇത്തരത്തിലുള്ള കേസുകൾ മോണിറ്റർ ചെയ്യണം. കോടതിയിലെത്തുമ്പോൾ മിക്ക കേസുകളും വെറുതെ വിടുന്ന സാഹചര്യമുണ്ട്. അവിടെ കേന്ദ്ര നിയമകാര്യ മന്ത്രാലയവുമായിട്ടുള്ള കോർഡിനേഷനും അവതാളത്തിലാണ്. എത്ര കേസുകൾ കിട്ടും. ഏറ്റവും ഇവിടെ PFIക്കാരൊക്കെ ആരോപിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്താണ്? UAPA ചാർജ് ചെയ്ത ഒരാളെയും ശിക്ഷിച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നതാണത്? പഴി ആർക്കാണ്? പഴി സർക്കാരിനാണ്, ആഭ്യന്തര വകുപ്പിനാണ്.
അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നില്ല. അത് പ്രത്യേകിച്ച് എല്ലാറ്റിൻ്റെയും ഒരു പൊതു ഘടകം എന്നുള്ള രീതിയിൽ മധ്യസ്ഥാനത്ത് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പഴിയുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.